ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ നമുക്ക് ഇന്ന് എക്സാം സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും എന്ത് ചെയ്യണം? ടെക്സ്റ്റിനെയോ നോട്ടിനെയോ ആശ്രയിക്കണ്ട, ഡിപ്പെൻഡ് ചെയ്യണ്ട. എല്ലാവരും നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ഭംഗിയായി നീറ്റായി എഴുതിയാൽ മതി. ഓക്കെ, എഴുതി നോക്കണ്ട കേട്ടോ. അപ്പോ ഫസ്റ്റ് ഒന്നാമത്തേത് അർത്ഥം എഴുതുകയാണ്. അതില് ഫസ്റ്റ് വൺ പറയും. ആക്രോശിച്ചു. ആക്രോശിച്ചു. യെസ്, ഏഞ്ചൽ അത് തന്നെ, ആക്രോശിക്കുവാന്ന് എഴുതുന്നത്. ആക്രോശിച്ചു. അർത്ഥം അതിന്റെ എഴുതണം. ഷിസാൻ ഷഹബാസ്, വേഗം എഴുതിക്കോ. രണ്ടാമത്തത് അർത്ഥം എഴുതുകയിൽ രണ്ടാമത്തത് ധന്യം. ധന്യം. ഓക്കെ, ധന്യം. ഒന്ന് എഴുതിയാലും മതി. ഓക്കെ, രണ്ടെണ്ണം ഉണ്ട് ധന്യത്തിന്. ഓക്കെ, മൂന്ന് ദാരുണം. മൂന്നാമത്തത് ദാരുണം, ദാരുണമായ പ്രവൃത്തി. ദാരുണം. ദാരുണം 3. എന്താ സായി കൃഷ്ണ? 4 യാചന. 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 നാലെണ്ണം ഫിനിഷ് ആയോ എല്ലാവർക്കും? ഓക്കെ, അപ്പോ യാചന ഒന്നുകൂടി പറയാം. അർത്ഥം എഴുതുകയാണ് ആദ്യത്തത്. അതില് ആക്രോശിച്ചു 1. സെക്കൻഡ് വൺ ധന്യം. തേർഡ് ദാരുണം. നാലാമത്തത് യാചന. യാചന. ഓക്കെ, ഓക്കെ, 4 എണ്ണവും കംപ്ലീറ്റ് ആയോ? ഫിനിഷ്. നെക്സ്റ്റ് അടുത്തതിലേക്ക് പോവാം അല്ലേ? ഓക്കെ, ഒറ്റപ്പദമാക്കിയാണ് അടുത്തത്. രണ്ടാമത്തത് അർത്ഥം 4 എണ്ണാണ് പറഞ്ഞത്. അടുത്തത് ഒറ്റപ്പദമാക്കുക. അതിൽ ഫസ്റ്റ് വൺ ആദിത്യൻ. നമ്മളൊരു എക്സാം സ്റ്റാർട്ട് ചെയ്തു. അതിൽ അർത്ഥം മുഴുവനും പറഞ്ഞു, 4 എണ്ണം പറഞ്ഞു. 1 ആക്രോശിച്ചു. എഴുതിക്കോ. ഒന്നാമത്തത് ആക്രോശിച്ചു, അതിന്റെ അർത്ഥം എഴുതണം. ഒറ്റപ്പദം കഴിഞ്ഞിട്ട് 5 മുതൽ നമ്പർ ഇട്ട് തുടങ്ങിയാൽ മതിയോ? അതെയോ 1, 2 ആദ്യം സ്റ്റാർട്ട് ചെയ്യണം? മതി, 5 മുതൽ ഇട്ടാലും മതി. അല്ലെങ്കിൽ നിങ്ങൾ 1 മുതൽ എഴുതും, കുഴപ്പമില്ല. 5 ഇട്ടോ. 1 ഇട്ടാലും കുഴപ്പമില്ലല്ലോ? കുഴപ്പമില്ല. ഓക്കെ, ഒറ്റപ്പദത്തിന് 5 ആണ് ഇടണ്ടേ 1 ആണ് ഇടണ്ടേ? ഏതിട്ടാലും മതി. നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആയാൽ മതി. നമ്പർ ഒറ്റപ്പദമാക്കുക. രണ്ടാമത്തെ റോമൻ ലെറ്റർ 2 ഇടുക. ഒറ്റപ്പദമാക്കുവാന്ന് നിങ്ങൾ എഴുതിയാൽ മതി, പക്ഷെ ആൻസർ എഴുതുക. ഓക്കെ, ഞാൻ പറയട്ടെ? ക്വസ്റ്റ്യൻ എഴുതണോ? ക്വസ്റ്റ്യൻ എഴുതണമെന്നില്ല കേട്ടോ. ഓക്കെ, ആൻസർ മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ആദിത്യൻ ആദ്യത്തത് ആക്രോശിച്ചു, രണ്ടാമത്തത് ധന്യം. എഴുതിയോ?
3 യെസ് ദാരുണം. ഒരു മിനിറ്റ്. ദാരുണം. 4 യാചന. ആദ്യത്തിന് എഴുതിയോ 4 എണ്ണം? ഓക്കെ. എന്താണ് സായി? ആരാ വിളിച്ചേ? റുവൈസ്. ഒറ്റപ്പദം നയിച്ച് ഒരുമിച്ച് എഴുതാനല്ലേ? അതെ, ഒറ്റപ്പദമാക്കും. ഓക്കെ, അപ്പൊ പറയട്ടെ. അതില് ഒന്നാമത്തത് ഞാൻ പറയാം, 5 എന്നിട്ടാലും മതി. ഓക്കെ, അതില് ഒന്നാമത്തത് രാജാവിന്റെ സേവകൻ. രാജാവിന്റെ സേവകൻ. ക്വസ്റ്റ്യൻ എഴുതണോ മിസ്സേ? അത് ഒറ്റപ്പദമാക്കും വേണമെന്നില്ല, ആൻസർ എഴുതിയാ മതി നിങ്ങള്. രാജാവിന്റെ സേവകൻ ഒറ്റപ്പദമാക്കണം. ഓക്കെ, രാജാവിന്റെ സേവകൻ. മിസ്സേ ഞാൻ ക്വസ്റ്റ്യൻ എഴുതിയില്ല, കുഴപ്പമില്ലല്ലോ. ഇല്ല, ക്വസ്റ്റ്യൻ എഴുതിയാ കുഴപ്പമൊന്നുമില്ല. ക്വസ്റ്റ്യൻ എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, ആൻസർ എഴുതിയാൽ മതി. എന്താ എഡ്വിൻ? അതല്ല, മനസ്സിലായില്ലേ? ഒറ്റപ്പദമാക്കുക പറഞ്ഞതാണ്. ചേർത്ത് എഴുതാനല്ല പറഞ്ഞത്, ഒറ്റപ്പദമാക്കുക എന്ന് വെച്ചാൽ നമുക്കുണ്ട് അല്ലേ? ഓക്കെ, രാജാവിന്റെ സേവകൻ. നെക്സ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയണോ? ഒറ്റപ്പദമാക്കുന്നതിന് രാജാവിന്റെ സേവകൻ. രാജാവിന്റെ സേവകൻ. അതില് രണ്ടാമത്തത് പറയാ, കൂട്ടത്തോടെയുള്ള കുരുതി. കൂട്ടത്തോടെയുള്ള കുരുതി. കൂട്ടത്തോടെയുള്ള കുരുതി എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. കൂട്ടത്തോടെയുള്ള കുരുതി അക്ഷരത്തിൽ അത് എഴുതണം. കൂട്ടത്തോടെയുള്ള കുരുതി. എഴുതിയോ? നെക്സ്റ്റ് കൂട്ടത്തോടെയുള്ള കുരുതി എഴുതിയില്ലേ? വൃക്ഷങ്ങളും ലതകളും. വൃക്ഷങ്ങളും ലതകളും. വൃക്ഷങ്ങളും ഏഞ്ചൽ. ഏഞ്ചൽ. ഓക്കെ, മിസ്സേ ഫോൺ മറിഞ്ഞു പോയതാ. ഓക്കെ ഓക്കെ. ഷഹബാസും ഷിസയും വീഡിയോ ഓഫ് ചെയ്തിട്ട് എക്സാം എഴുതണ്ട. വീഡിയോ ഓഫ് ചെയ്യണ്ട, മിസ്സിന് കാണണം നിങ്ങള്. ഓക്കെ, ആരും വീഡിയോ ഓഫ് ചെയ്യണ്ട. ഓക്കെ, അപ്പോ വൃക്ഷങ്ങളും ലതകളും എങ്ങനെയാണ് ഒറ്റപ്പദമാക്കുക വെച്ചാൽ എഴുതുക. ഷഹബാസേ എഴുതിക്കോ. മിസ്സിയുടെ ഭയങ്കര മരയായോണ്ട് കുറച്ചും കൂടെ ഒച്ചയ്ക്ക് പറയാവോ? കേൾക്കുന്നില്ല. ഒച്ചക്ക് പറയാം, ഒച്ചത്തിൽ പറയാം. വൃക്ഷങ്ങളും മിസ്സ കേൾക്കുന്നില്ല. വൃക്ഷങ്ങളും ലതകളും. ഓക്കെ, വൃക്ഷങ്ങളും ലതകളും. ഏഴാമത്തതാ കൂട്ടത്തോടെയുള്ള കുരുതി. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? വേണ്ട വേണ്ട മിസ്, ഇയർഫോൺ അടുത്തോട്ട് പിടിക്കാത്തോണ്ടാ. കൂട്ടത്തോടെയുള്ള കുരുതി. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം. കൂട്ടത്തോടെയുള്ള കുരുതി എഴുതിക്കോളൂ അതിന്റെ ആൻസർ. ഒറ്റപ്പദം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇല്ല, ഒറ്റപ്പദം കഴിഞ്ഞിട്ട് അത് പറഞ്ഞുതരോ? ഒറ്റപ്പദമാക്കുന്നില്ലെങ്കിൽ ഞാൻ ഫസ്റ്റും സെക്കൻഡും തേർഡും പറഞ്ഞു. അതിൽ ഒന്നാമത്തത് രാജാവിന്റെ സേവകൻ. രണ്ടാമത്തത് കൂട്ടത്തോടെയുള്ള കുരുതി. മൂന്നാമത്തത് വൃക്ഷങ്ങളും ലതകളും. കഴിഞ്ഞോ? അതിലെ ഓക്കെ.
അപ്പോ ഇനി അടുത്തൊന്ന് പറയാം. മാതൃക നോക്കി പൂരിപ്പിക്കുക പറഞ്ഞിട്ട് നമ്മളൊന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏത് ഉദാഹരണം എങ്ങനെയാ വെച്ചാല് ഗ്രാമവാസികൾ ഗ്രാമത്തിൽ വസിക്കുന്നവര്. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നെയാണ്. ഇനി അത് വെച്ചൊരു ചോദ്യമാണ് അതേ ടൈപ്പില്. അപ്പൊ എന്ത് അതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതുന്നേ? രക്തസാക്ഷികൾ. അത് നിങ്ങൾ ഇതേ ഇതിന് താഴെ തന്നെ ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ എഴുതണോ? ക്വസ്റ്റ്യൻ ഒരു എഴുതണം. ഈ ലൈൻ കൂട്ടത്തിൽ വിട്ടിട്ടാ? അത് ഈ കൂട്ടത്തിൽ തന്നെ എഴുതിയാൽ മതി. അത് നമുക്ക് സെക്കൻഡിൽ തന്നെ അതിന്റെ മാർക്ക് തരാനാണ്. രക്തസാക്ഷികൾ എങ്ങനെയാണ് എഴുതുവാന്ന്. ഗ്രാമവാസികൾ എന്നുള്ളത് ഗ്രാമത്തിൽ സെക്കൻഡിന്റെ കൂടെ തന്നെ എഴുതണ്ടേ? സെക്കൻഡിന്റെ കൂടെ തന്നെ നിങ്ങൾ 4ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിക്കോ. ഓക്കെ. രണ്ടാമത്തെ ഞാൻ പറഞ്ഞില്ലേ ഒറ്റപദമാക്കാൻ, അതിൽ തന്നെ എഴുതിക്കോ നിങ്ങള്, കുഴപ്പമില്ല. അപ്പൊ 4 എണ്ണം. ഓക്കെ, മനസ്സിലായോ? അത് രക്തസാക്ഷികൾ. രക്തസാക്ഷികൾ. ഇനി അടുത്തത് അതിൽ തന്നെ പ്രകൃതി സ്നേഹം. പ്രകൃതി സ്നേഹം. പ്രകൃതി സ്നേഹം. ഓക്കെ. അപ്പൊ അത് 5 എണ്ണാണ് ഇപ്പൊ മിസ് പറഞ്ഞത് അല്ലേ? അതിൽ 5 എണ്ണം പറഞ്ഞു. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, 1 മാർക്കാണ്. കുറച്ച് എഴുതാനുണ്ട് നിങ്ങൾക്കത്. ഓക്കെ. ആദ്യത്തെ അർത്ഥത്തിന് അതില് ലാസ്റ്റ് പറഞ്ഞതാണോ പ്രകൃതി സ്നേഹം? അത് മാതൃക നോക്കി പൂരിപ്പിക്കുവാന്ന് ഹെഡിങ് എഴുതി 3ാമത്തെ റോയിൽ നിങ്ങൾക്ക് ഇടാവണമെങ്കിൽ കുഴപ്പമില്ല, അതിൽ തന്നെ എഴുതിയാൽ മതി. കേൾക്കുന്നില്ലേ ഹന്ന? ഇല്ലേ? ഓക്കെ. ലാസ്റ്റ് പറഞ്ഞ എന്താണെന്നറിയോ? പ്രകൃതി സ്നേഹം. എഴുതിയോ? ഓക്കെ. അപ്പൊ അത് 5 എണ്ണാണ് അല്ലേ? ഇപ്പൊ എത്ര എണ്ണ പറഞ്ഞത്? 5 എണ്ണല്ലേ? അതിന് 5 മാർക്ക്. നെക്സ്റ്റ് അടുത്തത് പര്യായ പദം. പര്യായ പദാണ്. അതില് 1ാമത്തത് സ്മരണ. സ്മരണ. പര്യായ പദത്തില് 1ാമത്തത് സ്മരണ. സ്മരണ. എന്താ മിസ്സേ പറഞ്ഞേ? സ്മരണ. കേട്ടോ? സ്മരണ. ക്വസ്റ്റ്യൻ എഴുതണോ? വേണ്ട, നിങ്ങളെ ക്വസ്റ്റ്യൻ എഴുതിക്കോ, അത്രയല്ലേ എഴുതാനുള്ളൂ. മിസ് ഒരെണ്ണം എഴുതിയാ മതിയോ? സ്മരണ അല്ല, പര്യായം എന്ന് പറഞ്ഞാൽ കുറഞ്ഞത് 2 എണ്ണെങ്കിലും എഴുതണം. 2 എണ്ണെങ്കിലും എഴുതണം. 2 എണ്ണം എഴുതിയാ 2 എണ്ണം എഴുതിയാ മതി. 2 എണ്ണേ ഉള്ളൂ. ഓക്കെ. നോക്കുന്നില്ലല്ലോ നിങ്ങള്? ഇല്ല മിസ്സേ. 8th ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറഞ്ഞു തരുമോ? 8ാമത്തെ. ഓക്കെ. ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞാണോ മിസ്? എനിക്കറിയില്ല. മറ്റേ 8ാമത്തേത് പറഞ്ഞാ 4, 7. ഓക്കെ, 8ാമത്തെ പറയാം. ഒറ്റപ്പാട് എഴുതണം പറഞ്ഞിട്ടേ ഒറ്റപ്പാട് ഫുൾ എഴുതി. അത് കഴിഞ്ഞിട്ട് ഏത്? അത് കഴിഞ്ഞിട്ട് പറഞ്ഞതാണോ? അപ്പൊ പര്യായ പദാണ്. അതിലാണ് ആദ്യത്തെ പറഞ്ഞ സ്മരണ. ഓക്കെ, അതന്നെ. രണ്ട്
പര്യായപദത്തിലെ രണ്ടാമത്തെ പറയാം. വൃക്ഷം. വൃക്ഷം. രണ്ടെണ്ണം എഴുതണ്ടേ? ഓക്കെ, എഴുതണം. രണ്ടെണ്ണം എഴുതണ്ടേ? വൃക്ഷത്തിന്റെ പര്യായ പര്യായ പദങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? അർത്ഥമല്ലേ ഒറ്റ എഴുതുമ്പോ? രണ്ടെണ്ണെങ്കിലും നിങ്ങൾ എഴുതണം. മൂന്നെണ്ണം എഴുതിയാൽ ധാരാളം മതി. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ അത് രണ്ടെണ്ണം. ഒന്നുകൂടി പറയാം. അതിലൊന്നുകൂടി ആജ്ഞ. ആജ്ഞ. ഓർഡറിലൊന്നും എഴുതണ്ടല്ലോ. അല്ല, അയ്യോ, ഞാൻ പറഞ്ഞ പോലെ എഴുതണ്ടു കേട്ടോ. ഓക്കെ, ഇനി ഉത്തരം എഴുതാനാണ്. ക്വസ്റ്റ്യൻ ആൻസർ ആണ്. അതിൽ ഒന്നാമത്തെ പറയാം. പ്രപഞ്ച ജീവിതം ധന്യമാകുന്നത് എപ്പോഴാണ്? ക്യാമറ ഓഫ് ആക്കിട്ടുണ്ടേ. ആരാ ക്യാമറ ഓഫ് ആക്കിയേ? റിഹാൻ അല്ല. ഒന്നാമത്തത് റുവൈസേ. എവിടെയും നോക്കണ്ട, നേരെ നോക്കി എഴുതിയാ മതി. എഴുതിക്കോ. പ്രപഞ്ച ജീവിതം ധന്യമാകുന്നത് എപ്പോഴാണ്? ക്വസ്റ്റ്യൻ എഴുതണോ? വേണ്ട, ആൻസർ മാത്രം എഴുതിയാ മതി. പ്രപഞ്ച ജീവിതം ധന്യമാകുന്നത് എപ്പോഴാണ്? എന്തേ ഷഹബാസേ, എഴുതി കഴിഞ്ഞോ? ഇല്ലേ? പഠിച്ചില്ലേ? വേഗം എഴുത്. പ്രപഞ്ച ജീവിതം ധന്യമാകുന്നത് എപ്പോഴാണ്? ഫിനിഷ്. ഓക്കെ, ഇപ്പൊ രണ്ടാമത്തെ പറയാ അല്ലേ? രണ്ട്. മിസ്, ഇതിന്റെ കൂടെ പേര് എഴുതണം. നമ്മുടെ പേര് എഴുതി വെക്കണോ സൈഡില്? ഏതിനെ? എഴുതിക്കോ. ഈ എക്സാം എഴുതണം. ഓക്കെ,
രണ്ടാമത്തത് കേജ്ദാലിയിലെ ഗ്രാമീണർ മരങ്ങളെ എങ്ങനെ കരുതിയിരുന്നു? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കേജ്ദാലിയിലെ ഗ്രാമീണർ മരങ്ങളെ എങ്ങനെ കരുതിയിരുന്നു? എന്തേ റിഹാനെ, എവിടേക്കാ പോന്നേ? ഒരക്ഷരം പഠിച്ചിട്ടാ പറഞ്ഞിട്ട് കേട്ടിട്ടൂല അവിടെ ഇരിക്കുന്നുണ്ട് റിഹാൻ അല്ലേ? എന്നിട്ട് ഇത്രയും ഒന്നും പഠിച്ചിട്ടില്ല. വായിച്ചു നോക്കലില്ല. വായിക്കണ്ടല്ലേ, ഞാൻ ആകാശം പറഞ്ഞു വന്നില്ല. എന്താ റിഹാനെ ഇത്? റിഹാൻ നല്ലോണം പഠിക്കുന്ന കുട്ടിയാണല്ലോ റിഹാനെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കേജ്ദാലിയിലെ ഗ്രാമീണർ മരങ്ങളെ എങ്ങനെ കരുതിയിരുന്നു? രണ്ടാമത്തെ തന്നെയാണ് വീണ്ടും പറഞ്ഞത്. ഓക്കെ. എഴുതിയോ? മൂന്നാമത്തെ പറയട്ടെ? ആയില്ല. എഴുതിക്കോ. പറഞ്ഞോ. തേർഡ് ക്വസ്റ്റ്യൻ മഹാരാജാവിന്റെ കണ്ണുകൾ നിറയാൻ കാരണമെന്ത്? മഹാരാജാവിന്റെ കണ്ണുകൾ നിറയാൻ കാരണമെന്ത്? എന്തേ സായി കൃഷ്ണ, മറന്നുപോയോ? ഷഹബാസ് ഒന്നും പഠിച്ചിട്ടല്ലേ ഷഹബാസേ? ഓക്കെ. മൂന്നാമത്തെ മഹാരാജാവിന്റെ കണ്ണുകൾ നിറയാൻ കാരണമെന്ത്? ഒന്നുകൂടി പറയാം ആദ്യത്തെ മുതല്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പ്രപഞ്ച ജീവിതം ധന്യമാകുന്നത് എപ്പോഴാണ്? 2 കേജ്ദാലിയിലെ ഗ്രാമീണർ മരങ്ങളെ എങ്ങനെ കരുതിയിരുന്നു? 3 മഹാരാജാവിന്റെ കണ്ണുകൾ നിറയാൻ കാരണമെന്ത്? 3 ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞത്. കഴിഞ്ഞോ? എക്സാം കഴിഞ്ഞോ? ഒന്നുകൂടി ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ മിസ്, ഇത്ര ക്വസ്റ്റ്യനേ ഉള്ളോ? ഓക്കെ. എന്ത് വില കൊടുത്തും, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എന്ത് വില കൊടുത്തും ഈ മരങ്ങളെ ഞങ്ങൾ രക്ഷിക്കും, വിലയായി ഗ്രാമീണർ എന്തു നൽകി? മിസ് ഒന്നും കൂടി ക്വസ്റ്റ്യൻ പറഞ്ഞേ. എന്തു വില കൊടുത്തും ഈ മരങ്ങളെ ഞങ്ങൾ രക്ഷിക്കും, വിലയായി ഗ്രാമീണർ എന്തു നൽകി? ഓക്കെ. ഇനി ഒന്നും കൂടി ഇല്ലേ? കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ടോട്ടൽ ക്വസ്റ്റ്യൻ. കഴിഞ്ഞോ? മിസ് ഒന്നും കൂടി ഉണ്ട്. എന്തിന്? മിസ് ഒന്നുകൂടി ഉണ്ട്. ഒന്നും കൂടി ഉണ്ട് ക്വസ്റ്റ്യൻ, അത് ഇടുന്നില്ല. മതി, കഴിഞ്ഞു. ആ ക്വസ്റ്റ്യൻ എളുപ്പമായിരുന്നു. അർത്ഥത്തിന് എത്ര മാർക്കാ എല്ലാത്തിനും?
അർത്ഥത്തിന് 1/2 മാർക്ക് വീതമുള്ള 4 എണ്ണം. പ്രിയപ്പെട്ട മരങ്ങൾ ജീവനറ്റ് കിടക്കുന്നത് കാണാനുള്ള കരുത്ത് അവർക്കുണ്ടായിരുന്നില്ല. അവർക്കില്ലാതിരുന്ന കരുത്ത് ഏതാണെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഇതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. മിസ് ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യനാ? ഓക്കെ എഴുതി മിസ്സേ. കഴിഞ്ഞു. അപ്പൊ നിങ്ങളുടെ തൃപ്തിപ്പണി അതുകൂടി മിസ്സേ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ? ഒന്നുകൂടി വായിക്കണോ? അതെ, പ്രിയപ്പെട്ട മരങ്ങൾ ജീവനറ്റ് കിടക്കുന്നത് കാണാനുള്ള കരുത്ത് അവർക്കുണ്ടായിരുന്നില്ല. അവർക്കില്ലാതിരുന്ന കരുത്ത് ഏതാണെന്നാണ് നിങ്ങൾ കരുതുന്നത്? എഴുതിക്കോ. എന്ത് കരുത്താണ്? എഴുതിക്കോ. അറിയണ്ട. ക്വസ്റ്റ്യൻ ആൻസറിനോ എത്ര മാർക്കാ? നോക്കട്ടെ. അമ്മേ 2 മാർക്ക് വീതമുള്ള 5 ടോട്ടൽ. മിസ്സിന് അയച്ചു തന്നാ പോരെ? മിസ് ചെക്ക് ചെയ്യൂലേ? ഞാൻ ചെക്ക് ചെയ്തു. മാർക്ക് വീതമുള്ള 4 ക്വസ്റ്റ്യൻ 2 മാർക്ക്. 2 മാർക്ക് അതിന്. പിന്നെ പറഞ്ഞത് ഒറ്റപ്പദമാക്കാനാണ്. 5 എണ്ണം പറഞ്ഞു, 5 മാർക്ക്. ഓക്കെ. നെക്സ്റ്റ് പര്യായപദാണ്. അതിന് 3 എണ്ണാന്ന് പറഞ്ഞത്, 3 മാർക്ക് ഓരോ മാർക്ക്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ആൻസർ ആണ് 5 എണ്ണം. അപ്പൊ അതിലുണ്ട് 10. ടോട്ടല് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പൊ എല്ലാരും എന്ത് ചെയ്യണം? ക്ലാസ് കഴിഞ്ഞ ഉടനെ തിരുത്താനൊന്നും പോണ്ട. നേരെ അതിന്റെ ഫോട്ടോ എടുത്ത് ഗ്രൂപ്പ് ഇതിൽ സെൻഡ് ചെയ്താൽ മതി എന്റെ നമ്പർ. ഓക്കെ. ഞാൻ ഇപ്പൊ തന്നെ അയച്ചു. അയച്ചോ? അപ്പൊ നമ്മുടെ ക്ലാസ്സിന്റെ ടൈം കഴിഞ്ഞു അല്ലേ? ഓക്കെ, ബൈ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ പാഠം 7 ഡിക്റ്റേഷൻ ഇട്ടാലോ? പാഠം 7ന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യണത്രല്ലേ? ഇന്ന് സെൻഡ് ചെയ്യും. റെഡിയാ? കുറച്ച് ദിവസം കഴിഞ്ഞിട്ടല്ലേ മലയാളം ഉള്ളൂ. അപ്പൊ നമുക്ക് സമ്മാനപ്പെട്ടി എന്ന പാഠം എടുക്കാം. പാഠം 8 സമ്മാനപ്പെട്ടി എടുക്കാം അല്ലേ? Bye, miss. Bye, miss. Bye. Say bye. Bye, miss.